ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മളുടെ മൂന്നാമത്തെ ചാനലാണിത്, ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് ലവ് റീഡിംഗ് മലയാളം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഡീറ്റെയിൽ റീഡിംഗ് പോലെയല്ല, അതായത് പയൽ വെച്ചിട്ടുള്ള റീഡിംഗ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് മിക്കതും ഈ ഒരു ചാനലിൽ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു ഡീറ്റെയിൽ റീഡിംഗ് ആയിട്ടാണ്, പയൽ വെച്ചിട്ടുള്ള റീഡിംഗ് അല്ല. സോ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് പയൽ വെച്ചിട്ടുള്ള റീഡിംഗ് ആണ്. ഇത് ഫസ്റ്റ് പയൽ, സെക്കൻഡ് പയൽ, പിന്നെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഒന്നില്ലെങ്കിൽ വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, സോ എന്താണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്? ട്രിപ്പിൾ ഫൈവ്, അതായത് നിങ്ങൾ ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രണയമുണ്ട്, അത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ, സ്മൂത്ത് ഗോയിങ്, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഏത് സിറ്റുവേഷനിലും ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു പ്രണയബന്ധമുണ്ടോ, നിങ്ങൾ പ്രണയത്തിലാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിരന്തരമായിട്ട്, ഓക്കെ, പ്രണയബന്ധത്തിൽ ആയതുകൊണ്ട് ട്രിപ്പിൾ ഫൈവ് എന്ന് പറയുന്ന നമ്പർ കാണണമെന്നില്ല. പക്ഷെ എന്നാലും ഓക്കെ, നിങ്ങളിപ്പോൾ പ്രണയബന്ധത്തിലാണ്, ഒരു റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾ ടാരറ്റ് റീഡിംഗ് ഒക്കെ കാണുന്നുണ്ട്, സ്പിരിച്വലി അവേക്കനിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ ട്രിപ്പിൾ ഫൈവ് എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ നിരന്തരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏഞ്ചൽസ് ഏത് ഏഞ്ചലാണ്, ഐ മീൻ ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരാൻ ഉദ്ദേശിക്കുന്നത്? ആൻഡ് ഓൾസോ നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ പ്രണയബന്ധത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? എന്തൊക്കെ പോരായ്മകളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളത്? ഓക്കെ, ഇപ്പൊ നിലവിലുള്ളത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്തിയെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഗൈഡൻസ് നൽകുന്ന ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ട്രിപ്പിൾ ഫൈവ് അല്ലെങ്കിൽ ഡബിൾ ഫൈവ് അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ 55, ഓക്കെ, 55, ട്രിപ്പിൾ ഫൈവ്, ഡബിൾ ഫൈവ്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. സോ നമുക്ക് ഫസ്റ്റ് പയലിലേക്ക് പോകാം. ദിസ് വൺ ഇസ് ദ ഫസ്റ്റ് പയൽ. ദ ഹ്യൂമിലിറ്റി കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ദൈവികമായിട്ടുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്നിലേക്ക് വരൂ, എന്നിലേക്ക് വന്നോളൂ, ഞാനത് റിസീവ് ചെയ്തോളാം, അല്ലെങ്കിൽ ഞാനത് സ്വീകരിച്ചോളാം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണിത്. ഒരു എന്താണ്, കൈ തൊഴുതു പിടിച്ചിരിക്കുന്ന ഒരു കാർഡ്. അതായത് ഞാനെല്ലാം അംഗീകരിക്കുന്നു, ഞാൻ നല്ല കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണിത്. ആൻഡ് ഓൾസോ ദിസ് വൺ ഇസ് ദ സെക്കൻഡ് പയൽ. ദ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ആണ് ഉദ്ദേശിക്കുന്നത്, താങ്ക്സ്. ഒരു ഭാഗ്യദേവത അല്ലെങ്കിൽ ഒരു റിച്ച് അല്ലെങ്കിൽ ഒരു ഭാഗ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണിത്, ദ ഗ്രീൻ കളർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് കാർഡാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് പയലിലേക്ക് പോകാം, ദ ഹ്യൂമിലിറ്റി കാർഡ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പയൽ ദിസ് ഹ്യൂമിലിറ്റി കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. അവസാനം നമ്മൾ ഒരു ഏഞ്ചൽ മെസ്സേജും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഏഞ്ചൽസ് എന്താണ് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഓക്കെ, അതും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഹിയർ വി ഗോ, ദ ഫസ്റ്റ് കാർഡ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഓപ്പണിംഗ് ഹാർട്ടാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഈ പേഴ്സണായിട്ട് ഇപ്പോൾ നോ കോണ്ടാക്ട്, ബ്രേക്കപ്പ്, സ്മൂത്ത് ഗോയിങ്, ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ, നിങ്ങൾ നിരന്തരമായിട്ട് ട്രിപ്പിൾ ഫൈവ് കാണുന്നതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എന്താണ് ഏഞ്ചൽസ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിങ്ങൾ സൃഷ്ടിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റി നിർത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്യുവർ ഗൈഡൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ പ്രണയ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ഓക്കെ, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് എത്രത്തോളം പ്രണയമാണ്, ഐ മീൻ എങ്ങനെയാണ് പ്രണയം അട്രാക്റ്റ് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ളതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡാണ് ദ ഡീപ്പ് കണക്ഷൻ ആൻഡ് ഓൾസോ ദ ഓപ്പണിംഗ് ഹാർട്ട് എന്ന് പറയുന്ന ഈ ഒരു കാർഡ്. മേ ബി നിങ്ങൾ ഈ ഒരു ട്രിപ്പിൾ ഫൈവിനോടൊപ്പം തന്നെ നമ്പർ 11 നിങ്ങൾ നിരന്തരമായിട്ട് കാണുന്നുണ്ടാകണം. നമ്പർ 11, ഓക്കെ, 11 ധാരാളം നിങ്ങൾ കാണുന്നുണ്ടാകണം. ഇറ്റ്സ് ഓൾ അബൌട്ട്, അതൊരു ട്വിൻ എനർജീനെ സൂചിപ്പിക്കുന്നു.
അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയാനാണെങ്കിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് നിങ്ങൾ എങ്ങനെയാണ്, അതായത് മേ ബി നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ വീടിൻ്റെ അടുത്തോ വാട്ടർ ബോഡീസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. വാട്ടർ ബോഡീസ് എന്ന് പറയുമ്പോൾ അത് പുഴയാകാം, കുളമാകാം, ഇനി അതല്ല എങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ അക്വേറിയം ഉണ്ടാകാം. ഓക്കെ, എന്താണെന്നറിയില്ല, അവരുടെ ഒരു ബ്ലെസ്സിങ്സ്, ഒരു വാട്ടർ ബ്ലെസ്സിങ്സ് നമ്മൾക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ മീനൂട്ട് ഒക്കെ നടത്തുന്ന ആൾക്കാരാകാം, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ അക്വേറിയം ഉണ്ടെങ്കിൽ മത്സ്യങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം വെച്ച് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അവരെ ഫീഡ് ചെയ്യുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പം നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അത് ചെയ്യുന്നുണ്ടായിരിക്കണം. എന്താണെന്നറിയില്ല, ഒരു ജലാംശം സംബന്ധമായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബ്ലെസ്സിങ്സ്, അതായത് വാട്ടർ ബ്ലെസ്സിങ്സ് ആണ് നമ്മൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. അതായത് ജലദേവത, അല്ലെങ്കിൽ ആ ഒരു ജലത്തിൻ്റെ, വാട്ടർ എന്ന് പറയുന്നതും നമ്മുടെ ഭൂമിയിലുള്ള ഒരു ഊർജമാണല്ലോ. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് നമ്മൾക്ക് ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ ഈ ഒരു പേഴ്സൺ, അതായത് ഇവിടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിരന്തരമായിട്ട് 555 കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങൾ ബ്ലോക്കേജസ് സൃഷ്ടിക്കുന്നുണ്ട്. അതായത് സർട്ടൻ തടസ്സങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവൈലബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ചിലപ്പോൾ പ്രണയത്തിലായിരുന്ന സമയത്തായിരിക്കണം, നിങ്ങൾ പ്രണയത്തിലായി കഴിഞ്ഞിട്ട് അതിനുശേഷം നടന്ന സംഭവമായിരിക്കണം. എന്തുകൊണ്ടോ ഇവിടെ ഒരു ബ്ലോക്കിംഗ് എനർജി കാണിക്കുന്നുണ്ട്. ആ ഒരു ബ്ലോക്കിംഗ് എനർജി വന്നിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ നിന്നുമാണ്. അതൊരു 90% നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജിയിൽ നിന്നാണ് ബ്ലോക്കിംഗ് എനർജി വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള എന്തെങ്കിലും കാര്യമോ, നിങ്ങൾ ഈ പേഴ്സണോട് ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തിയോ എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്ത രീതിയോ, ചിലപ്പോൾ ഈ പേഴ്സൺ കുറച്ചുകൂടി ഇൻറ്റിമേറ്റ് ആകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാകണം. ഓക്കെ, ഐ മീൻ ഫിസിക്കൽ പരമായിട്ടുള്ള അട്രാക്ഷൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കിസ് ചോദിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ അറിയില്ലല്ലോ നമുക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹഗ്, ഐ മീൻ ഒരു കെട്ടിപ്പിടുത്തം, അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല, സംതിങ് ഒരു ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്ന രീതിയിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ബട്ട് അത് എന്തോ നിങ്ങൾ ബ്ലോക്ക് ചെയ്തു. നിങ്ങൾ അത്രത്തോളം അറ്റാച്ച്മെന്റ് ഈ വ്യക്തിയുടെ ഫീലിങ്സിനോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്നേഹത്തിനോ നിങ്ങൾ കൊടുത്തില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഫസ്റ്റ് ഒരു ഡീപ്പ് കണക്ഷൻ ആണ്. അപ്പോൾ ഡീപ്പ് കണക്ഷൻ വേണം എന്നാണ് ഈ ഒരു കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ബന്ധം, അതായത് ആഴമേറിയ ഒരു ബന്ധം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. ഓക്കെ, അതായത് അതിപ്പോൾ നിങ്ങൾ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങൾ വേണമെങ്കിലും ആയിക്കോട്ടെ, ചിലപ്പോൾ 1 വർഷം, 2 വർഷം, 3 വർഷം, 6 വർഷം, എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും, എത്ര വർഷം എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇവിടെ എത്ര വർഷമായിക്കോട്ടെ, എത്ര ദിവസങ്ങളായിക്കോട്ടെ, എത്ര മാസങ്ങളായിക്കോട്ടെ, അതിനിവിടെ പ്രാധാന്യമില്ല. കാരണം ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു ഡീപ്പ് കണക്ഷനിലേക്ക് വരേണ്ട ആവശ്യകതയുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ഡീപ്പ് കെമിസ്ട്രി ഇവിടെ വർക്കൗട്ട് ആയിട്ടില്ല. ഇവിടെ എവിടേക്കോ ആരൊക്കെയോ ഇവിടെ ഒരു ലിമിറ്റേഷൻസ് വെച്ചതായിട്ട് കാണിക്കുന്നു. അതായത് ഒരു അതിരി പോലെ നമ്മൾ ഇങ്ങനെ വെക്കില്ലേ, ഓക്കെ ഇവിടം വരെ വന്നാൽ മതി, ഒരുപാട് ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കണ്ട, അല്ലെങ്കിൽ ഞാൻ ഇത്രേ നിങ്ങളുടെ അടുത്ത് അടുക്കുകയുള്ളൂ, നിങ്ങളുടെ അടുത്തേക്ക് വരികയുള്ളൂ, എൻ്റെ അടുത്ത് ഇത്രയും മാത്രം അടുത്താൽ മതി, ഞാൻ ഇത്രയൊക്കെ ഇഷ്ടത്തിലാകുള്ളൂ, ഇതിൽ കൂടുതൽ ഇൻറ്റിമസി എൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കണ്ട എന്നുള്ള അത്തരത്തിലുള്ള ഒരു മനോഭാവം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കുണ്ട്. നിങ്ങളത് പ്രവർത്തിക്കുകയും ചെയ്തു. അത് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ ഫീൽ ആയിട്ടുണ്ട്. സോ അവിടം തൊട്ടിട്ട് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോകാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
സോ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ കാരണം ഒരു പരിധി വരെ നിങ്ങൾ തന്നെയാണ് എന്നാണ് ഇവിടെ കാർഡ് കൊണ്ട് വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സണിൽ നിന്നും ഉണ്ടായ ആ ഒരു റൊമാൻറ്റിക് ഇമോഷണൽ ഫീലിങ്സ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ പലതവണയും നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നേരിട്ട് കാണാനും വരാനും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം. അത് ഈ പേഴ്സൺ ആവശ്യപ്പെട്ടിട്ടും ഉണ്ടായിരിക്കണം. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾ അതിനെ ബ്ലോക്ക് ചെയ്തു. ചിലപ്പോൾ നിങ്ങൾ പേടി കൊണ്ടായിരിക്കണം, നിങ്ങളുടെ വീട്ടുകാരെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനെ പേടിച്ചിട്ടോ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയായിട്ട് ചിലപ്പോൾ ഈ പേഴ്സണോട് നോ പറഞ്ഞിട്ടുണ്ടാകണം. പക്ഷെ അത് ഈ പേഴ്സണെ നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ബ്ലോക്ക് നിങ്ങൾ മാറ്റിയെടുക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. തോന്നുമ്പോൾ വന്ന് സംസാരിക്കും, തോന്നുമ്പോൾ വന്ന് അറ്റാച്ച്മെന്റ് കാണിക്കും, മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും, പിന്നില്ല. ഒരു കണ്ടിന്യൂഷൻ എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതൊരു പരിധിവരെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റ് തന്നെയാണ് എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾക്ക് എന്താണ് ഒരു പുതിയ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രണയബന്ധം ബെറ്റർ ആക്കണമെങ്കിൽ, ഓക്കെ, കുറച്ചും കൂടി ബെറ്റർ ആക്കണമെങ്കിൽ നിങ്ങൾ ഒരു ക്ലാരിറ്റി മൈൻഡ് സെറ്റിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ നിരന്തരമായിട്ട് 555 കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മെസ്സേജ് എന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്. അതായത് നിങ്ങളുടെ പ്രണയബന്ധം കുറച്ചും കൂടി മെച്ചപ്പെടുത്തേണ്ട ആവശ്യകത ഉണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആയി പോകാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യേണ്ട രീതി അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിന് നിങ്ങൾ മാറ്റം വരുത്തിപ്പിക്കണം. അതായത് നിങ്ങൾക്ക് ചുറ്റിലുമുള്ള എനർജീസ് അത്രത്തോളം നല്ലതല്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നല്ല സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ നിങ്ങളുടെ ചുറ്റിനുമുള്ള എനർജീസ്, അത് ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആയിരിക്കാം, ഓക്കെ, ആര് തന്നെ ആയിക്കോട്ടെ, ഈ പേഴ്സണെ കുറിച്ചോ അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രണയബന്ധത്തിനെ കുറിച്ചോ മോശമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ചുറ്റിനുള്ള ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അത് ഒന്നില്ലെങ്കിൽ നിങ്ങളെയും ഈ വ്യക്തിയെയും കൂടെ ഒരുമിച്ച് തമ്മിത്തല്ലിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധം ഫ്ലോപ്പ് ആക്കാൻ നോക്കാന്ന് വെച്ചാൽ പരാജയപ്പെടുത്താൻ നോക്കുന്നു. അത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന തരത്തിലുള്ള ഒരു കണക്ഷനും കൂടിയാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കാം, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കാം, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രണ്ടാൾക്കാരായിരിക്കാം. അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളിലേക്ക് സ്വാഭാവികമായിട്ടും ഒരു അട്രാക്ഷൻ തോന്നിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രണയബന്ധം പുറമേ നിന്ന് നോക്കി കാണുമ്പോൾ നിങ്ങളോടും നിങ്ങളുടെ വ്യക്തിയോടും എന്തെന്നില്ലാത്ത അസൂയയും ദേഷ്യവും കുശുമ്പും വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള എനർജീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട്. അത് ഉറപ്പായ കാര്യമാണ്. സോ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു പരിധി വരെ ബാധിക്കുന്നുണ്ട്. ഒരു പരിധി വരെ എന്നല്ല, നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ആളുകളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത്രയും ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് നിങ്ങൾ മാറി നിൽക്കുക, മാറി ചിന്തിക്കുക. സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്ട്രെങ്ത് എടുത്തുകൊണ്ട്, നിങ്ങളുടെ സ്വന്തം പവർ എടുത്തുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം ചിന്തകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാനും മറ്റുള്ളവരുടെ ക്ലാരിറ്റി നോക്കി നിൽക്കണ്ട. ബിക്കോസ് അവർ നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നുണ്ട്. മിസ്ഗൈഡ് എന്ന് വെച്ചാൽ വഴിതെറ്റിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക. സോ അതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മോശക്കേടിലേക്ക് കൊണ്ടുപോവുക, അതാണ് അവരുടെ ലക്ഷ്യം. സോ ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് അവിടെ കുറച്ച് ആളുകൾ അനാവശ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് കിടന്ന് കളിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മൾക്ക്
ഈ ഒരു പ്രണയബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ, ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾക്ക് നെക്സ്റ്റ് കാർഡ് അബണ്ടൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ഇപ്പോൾ കുറച്ച് പ്രതികൂല സാഹചര്യങ്ങളിലാണ് നിൽക്കുന്നത്. സോ വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരണമെങ്കിൽ, അതായത് ഈ വ്യക്തിയായിട്ടുള്ള പ്രണയബന്ധത്തിന് അനുകൂലമായിട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് മെഡിറ്റേഷൻ, അഫർമേഷൻ, അതുപോലെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ, അതായത് ഇപ്പോഴത്തെ സമയപ്രകാരം ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കാര്യത്തിൽ കൂടുതലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അബണ്ടൻസ് ആണ്, അതായത് സമ്പത്താണ്. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ 555 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മേ ബി നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നുണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭമോ, അതായത് നഷ്ടത്തിനേക്കാൾ ഉപരി നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ലഭിക്കുകയോ അത്തരത്തിലുള്ള എനർജിയും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പ്രണയത്തോടൊപ്പം തന്നെ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള എനർജിയും നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുത്ത് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനും ഇവിടെ 555 കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ അതുകൊണ്ട് നിങ്ങൾ അതിലൂടെ, അതായത് അത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കരിയർ തീർച്ചയായിട്ടും നിങ്ങൾ ബിൽഡപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ സൊസൈറ്റിയിൽ നിങ്ങൾ ഒരു വാല്യൂ ഉണ്ടാക്കിയെടുക്കുക, അതായത് ഒരു വില ക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതും കൂടെ 555 കൊണ്ട് കാണുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു 555 കാണുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ലഭിക്കുമോ, അതായത് നിങ്ങൾക്ക് ഈ പേഴ്സണെ എൻഗേജ്മെന്റ് ചെയ്തു വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നുള്ളതിന് നമ്മൾക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ വി ക്യാൻ സീ ഇൻ ദിസ് കാർഡ് ദ അവൾ ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അവൾ എന്ന് പറയുമ്പോൾ മൂങ്ങയുടെ എനർജി എന്താണ്? നമ്മളെപ്പോഴും ഇപ്പൊ സിനിമയിലൊക്കെ കാണിക്കും, ഈ പ്രേതമൊക്കെ വരുമ്പോൾ മൂങ്ങേനെ കാണിക്കും. ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് മൂങ്ങേനെ എപ്പോഴും സാധാരണ രീതിയിൽ ചിത്രീകരിക്കാറ്. ബട്ട് ആക്ച്വലി മൂങ്ങ എന്ന് പറയുന്നത് പ്രപഞ്ച ശക്തിയിൽ വെച്ച് നോക്കുമ്പോൾ, യൂണിവേഴ്സിന്റെ എനർജി വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മൂങ്ങ എന്ന് പറയുന്നത് പോസിറ്റീവ് ക്യാരക്ടറാണ്. ഓക്കെ, അത് സിനിമയിൽ നമ്മൾ പണ്ട് യക്ഷിയൊക്കെ വരുമ്പോൾ കണ്ടിട്ടില്ലേ, കരിമ്പൂച്ച, അല്ലെ കറുത്ത പൂച്ച, അല്ലെങ്കിൽ മൂങ്ങ, ഇതിനെയൊക്കെ കാണിച്ചിട്ട് നമ്മളെ പേടിപ്പിക്കുമല്ലേ, നമ്മൾ പേടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലവർക്കും മൂങ്ങാന്ന് കേൾക്കുമ്പോൾ അത്ര നല്ല കാര്യമല്ല. പക്ഷേ നമ്മുടെ യൂണിവേഴ്സ് വെച്ച് നോക്കുമ്പോൾ, പ്രപഞ്ചശക്തി വെച്ച് നോക്കുമ്പോൾ മൂങ്ങ എന്ന് പറയുന്നത് പോസിറ്റീവ് ക്യാരക്ടറാണ്, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ക്യാരക്ടറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പേഴ്സണായിട്ട് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരണമെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ വിഷൻ നിങ്ങൾക്ക് മസ്റ്റായിട്ടും വേണം. കാരണം ഈ അവൾ, അതായത് മൂങ്ങനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി വിഷൻ പവർ ആണ്. മൂങ്ങ അനാവശ്യമായിട്ട് ഒരു കാര്യത്തിലും ഇടപെടുന്ന വ്യക്തിയല്ല, അല്ലെങ്കിൽ വളരെ ദേഷ്യമായിട്ട് റിയാക്ട് ചെയ്യുന്ന വ്യക്തിയല്ല. ഒരു കൂളായിട്ടിരിക്കും, എവിടെയെങ്കിലും പതുങ്ങിയിരിക്കും, എവിടെയെങ്കിലും പതുങ്ങിയിരിക്കും, സൈലന്റ് ആയിട്ടിരിക്കും. പക്ഷേ ഇതിന്റെ ലക്ഷ്യം ഇത് നിറവേറ്റുകയും ചെയ്യും. അതാണ് മൂങ്ങയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഏകദേശം അതുപോലത്തെ ഒരു സ്വഭാവമായിരിക്കണം നിങ്ങളുടേത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ട് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ചിന്താഗതികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. അതുപോലെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന രീതി, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് വളരെയധികം ഷൗട്ട് ചെയ്ത് അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അത് ചില കാര്യങ്ങളിൽ നല്ലതാണ്, പക്ഷെ ചില കാര്യങ്ങളിൽ അത് മോശക്കേടിലേക്കും കൊണ്ടെത്തിക്കും. സോ ഇവിടെ നിങ്ങൾ ഒരു മൂങ്ങയെ പോലെ പെരുമാറണം എന്നാണ് കാണിക്കുന്നത്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം, സിറ്റുവേഷൻസ് മനസ്സിലാക്കണം, എന്നിട്ട് അതിനനുസരിച്ച് സൈലന്റ് ആയിട്ട് പ്രവർത്തിക്കണം. ഒരുപാട് ഷൗട്ട് ചെയ്യുകയും
ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. ബിക്കോസ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിനോ അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് മര്യാദക്കൊരു റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് പോകാനോ നിങ്ങൾക്ക് സാധിക്കുകയില്ല. വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതൊരു ടഫ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും. സോ ആ ഒരു ടഫ് ആയിട്ടുള്ള ടാസ്കിനെ നിങ്ങൾ ഒരു സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഈ വ്യക്തിയെ വേണമെങ്കിൽ ആൻഡ് ഓൾസോ ഈ വ്യക്തിയായിട്ട് നിങ്ങൾ പ്രണയത്തിലായി കഴിഞ്ഞത് തൊട്ട് നിങ്ങൾ 555 കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒതുങ്ങേണ്ടതായിട്ടുണ്ട്, ഒന്ന് സൈലന്റ് ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ആവശ്യകത നല്ല രീതിയിലുണ്ട്. അപ്പൊ നിങ്ങൾ ഷൗട്ട് ചെയ്യാനും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാനും തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി വെറുതെ നഷ്ടപ്പെട്ടു പോകാന്നല്ലാണ്ട് നിങ്ങൾക്ക് ഈ പ്രണയ ബന്ധം കൊണ്ടോ ഈ നിങ്ങൾ ദേഷ്യപ്പെടുന്നത് കൊണ്ടോ പ്രത്യേകിച്ച് ഒരു ഉപകാരം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നില്ല. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. ആൻഡ് ഓൾസോ ഈ ഒരു 555 കാണുന്നതിന്റെ വേറൊരു പവർ, അല്ലെങ്കിൽ പവർ അല്ല, ഒരു സത്യം, ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, നമുക്കിവിടെ ടൈഗർ ആണ് കിട്ടിയിരിക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് സേയിങ് നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങളൊരു ദുർബലനാണ് അല്ലെങ്കിൽ ദുർബലയാണ്, നിങ്ങളൊരു പാഴ് ജന്മമാണ്, അത് നിങ്ങൾ വെറുതെയാണ് ജനിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെയധികം എന്താ പറയുക, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കഴിവെന്ന് പറയണത് നിങ്ങൾക്ക് ശത്രുക്കളെ വേഗം തിരിച്ചറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണ് എന്തെങ്കിലും ഒരു സ്വഭാവത്തിന് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേഗം മണത്തറിയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം തന്നെ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ആ വ്യക്തി എന്നെ ചീറ്റ് ചെയ്തതാണ്. ആൻഡ് ഓൾസോ ഇപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ടാകണം, നിങ്ങൾക്ക് ചുറ്റിനുള്ള എനർജീസ് കൊള്ളില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൊള്ളില്ല, അല്ലെങ്കിൽ നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ടാകണം. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നതായിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുകൂടെ പറയുന്നുണ്ട്. ബിക്കോസ് സെൻസ്വാലിറ്റിയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. കാര്യങ്ങളെ വീക്ഷണപൂർവം തിരിച്ചറിയാൻ പറ്റുന്ന വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ, വളരെ പാഷൻ ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവർ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ആകർഷിക്കപ്പെടും. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങളിൽ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങൾ സത്യസന്ധത പുലർത്തുന്ന ആൾക്കാരാണ്, നിങ്ങൾ നീതി പുലർത്തുന്ന ആൾക്കാരാണ്. നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ അത് വളരെ സത്യസന്ധമായിട്ടായിരിക്കും നിങ്ങൾ കരയുന്നത്, അല്ലാണ്ട് അഭിനയിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ ചിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പ്യുവറായിട്ട് നിങ്ങൾ മനസ്സിന് തട്ടിയിട്ടായിരിക്കും നിങ്ങൾ ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഉള്ളില് ഒരു സ്വഭാവം പുറമെ വേറെ സ്വഭാവം വെച്ച് പുലർത്താൻ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല, നിങ്ങൾ അത്തരത്തിലുള്ള ആൾക്കാരല്ല. സോ നിങ്ങൾ അത്രയും ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണ്, ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അനുഗ്രഹങ്ങളുണ്ട്. ഓക്കെ, ആരൊക്കെ നിങ്ങൾ ശപിച്ചാലും നിങ്ങൾ അതൊന്നും ബാധിക്കത്തില്ല, നിങ്ങൾ മുന്നോട്ട് തന്നെ കുതിക്കും. ടൈഗർ പവറാണ് നമ്മൾക്ക് കിട്ടുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ തെറ്റുകൾ കാണിക്കുന്നുണ്ട്. അതിപ്പോ മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കും, സ്വാഭാവികം. അപ്പോ ഇപ്പൊ ഇതിൽ പറയാനാണെങ്കിൽ ഇപ്പൊ ഈ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡുവലിറ്റി ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഡുവലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു വരുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണായിട്ട് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ചില സമയത്ത് വന്ന് സംസാരിക്കും, ചില സമയത്ത് സംസാരിക്കില്ല. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷന് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേഴ്സണെ കേൾക്കണം, ശ്രദ്ധാപൂർവം ക്ഷമയോടുകൂടി കേൾക്കണം, എടുത്തു ചാടി സംസാരിക്കരുത്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഒരു കാര്യം പറയുകയാണെങ്കിൽ
അത് 100% സത്യമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ അതിനെ ഡൗട്ട് ചെയ്യരുത്, ഡൗട്ട്ഫുൾ ആക്കരുത്. അപ്പൊ ഡൗട്ട് ആക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ അങ്ങോട്ടേക്ക് ചോദിക്കും. അപ്പോൾ ആ പേഴ്സൺ ഇറിറ്റേഷൻ ആവും. സോ ആ പേഴ്സൺ വീണ്ടും നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോകും. ഇതാണ് നിങ്ങൾക്കിടയിൽ കൂടുതലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ട് ചോദിക്കുമ്പോൾ ഈ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയരോഗമാണ്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല, നിങ്ങൾ ആരെയും വിശ്വസിക്കില്ല, നിങ്ങൾ ഈ പേഴ്സണെ വിശ്വസിക്കുന്നില്ല, ഈ പേഴ്സന്റെ സ്നേഹത്തെ വിശ്വസിക്കുന്നില്ല, ഒന്നും വിശ്വസിക്കുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് ഈ പേഴ്സൺ കരുതുകയും ഈ പേഴ്സൺ അപ്പം തന്നെ ചാറ്റ് ഓഫ് ചെയ്തിട്ട്, അതായത് ചാറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേഗം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ പേഴ്സൺ നിങ്ങളെ വിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിരന്തരമായിട്ട് 555 നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഡുവാലിറ്റി കാർഡാണ്. അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നുണ്ട്. സോ സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഴയ സ്വഭാവം എടുത്തിട്ട് ഈ പേഴ്സണെ വെറുപ്പിച്ച് ഓടിക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും സമീപനം പാലിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, ആ പേഴ്സൺ പറയുന്നത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ അതൊരു സംശയമായിട്ടുള്ള രീതിയിൽ നോക്കി കണ്ടിട്ട് അതിനെ കുറിച്ച് കൂടുതൽ കോൺവെർസേഷൻ ഉണ്ടാക്കിയെടുക്കാനും കൂടുതൽ ആർഗ്യുമെന്റ്സിലേക്ക് പോകാനും നിങ്ങൾ നിൽക്കരുത്. കാരണം അങ്ങനെ ചെയ്യുന്തോറും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്നു പോകത്തേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോണില്ല. ഓക്കെ. ആൻഡ് ഓൾസോ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ, ഇഫ് യു ആർ സീയിങ് 555, ഒരുപാട് നിങ്ങൾ 555 കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നെഗറ്റിവിറ്റി, അതായത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതോടുകൂടി ഒരുപാട് നെഗറ്റിവിറ്റി ഒഴിഞ്ഞു പോയതായിട്ട് കാണിക്കുന്നുണ്ട്. അത് മേ ബി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരുപാട് നെഗറ്റീവ് ആയിരിക്കാം, ഒരുപാട് ശാപമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തി കിട്ടി. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഫയർ എനർജിയാണ് കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു ലേഡി പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഫയർ ആണ്, അത് തീജ്വാലയാണ്. ആൻഡ് ഓൾസോ ഒരു പരിധി വരെ നിങ്ങൾക്ക് ആ ഒരു കഷ്ടപ്പാടിൽ നിന്നും ദുരിതത്തിൽ നിന്നും നിങ്ങൾക്കൊരു തീയായിട്ട് ആളിക്കത്താനായിട്ട് സാധിച്ചു. അതായത് സ്ട്രെങ്ത്തിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് പറ്റി എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഇത് ഒരു പരിധി വരെ ഈ ഒരു കണക്ഷനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് പവർഫുൾ കണക്ഷൻ ആണ്. ഇത് ട്വിൻ ഫ്ലെയിം ജേണിയെയും അതുപോലെ സോൾമേറ്റ് കണക്ഷനെയും കാണിക്കുന്നു. കുറെ ആൾക്കാർ, എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണെന്നല്ല, പക്ഷെ നമ്മൾക്ക് ഇവിടെ ഫയർ എനർജി, ആ ഒരു ഇരട്ട ജ്വാലയുടെ എനർജി നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് കുറച്ച് ആൾക്കാർ ട്വിൻ ഫ്ലെയിം എനർജിയും കുറച്ച് ആൾക്കാർ ഹീലിംഗ് എനർജി ആയിട്ട് വന്നിരിക്കുന്ന ഒരു കണക്ഷൻ ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ക്ഷമയില്ലാത്ത ആൾക്കാരാണ്, നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ ആത്മീയത നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണെങ്കിൽ ഈ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്ന പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണോ ഈ പേഴ്സന്റെ പ്രണയമോ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രണയബന്ധത്തിലൂടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാഠം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ക്ഷമ, ഓക്കെ, നന്മയായിട്ടുള്ള മനസ്സ്, അഡ്ജസ്റ്റ്മെന്റ്, അതുപോലെ ഈ ഒരു സ്പിരിച്വൽ ജേണി ആൻഡ് ഓൾസോ ദ ട്വിൻ ഫ്ലെയിം ജേണി. ആൻഡ് ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, ശാന്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, ക്ഷമാശീലം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു പ്രണയബന്ധത്തിലൂടെ നിങ്ങൾക്കൊരു പാഠമായിട്ട് എത്തിയിട്ടുള്ളത്. ബിക്കോസ് ഹയർ ലേണിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇതാണ് നമുക്ക് 555 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് പ്രണയബന്ധവും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ബിക്കോസ് ഇത്രയും മെസ്സേജസ് ആണ് ഏഞ്ചൽസ് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് ദ ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ്. അതായത് ഈ വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജ് വരുമെന്ന് നമ്മൾ ഓൾറെഡി ഈ കാർഡിൽ നമ്മൾ പറഞ്ഞു. സോ അത് ഒന്നും കൂടി നമുക്ക് ഊട്ടി ഉറപ്പിക്കാം. കാരണം നെക്സ്റ്റ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ ഈ പേഴ്സന്റെ ഒരു വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.
സോ ബാക്കി നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ബിക്കോസ് ഏഞ്ചൽ നമ്പർ പറയാനുള്ളത് പറഞ്ഞു. എന്തൊക്കെ മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഭാഗത്തെ തെറ്റുകൾ എന്താണ്, അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. സോ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ആൻഡ് ഓൾസോ ഈ ഒരു റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സെക്കൻഡ് പൈൽ ദിസ് ഗ്രാറ്റിറ്റ്യൂഡ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ആൻഡ് ഓൾസോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ദ മിറാക്കിൾസ് കാർഡാണ്. അതായത് ഒരു പരിധിവരെ ഒരു സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ അതിപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ പോലും അത്യാവശ്യം വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ, അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു വലിയ നെഗറ്റിവിറ്റീസ് ഇല്ലാത്ത ഒരു ഇതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 555, അതായത് നിങ്ങൾക്ക് പ്രണയബന്ധമുണ്ട്, അത് ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നോ കോണ്ടാക്ട്, ബ്രേക്കപ്പ്, സ്മൂത്ത് ഗോയിങ്, ലെസ് കോണ്ടാക്ട്, എന്ത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും, ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ 555 അല്ലെങ്കിൽ 555 അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾക്കൊരു പോസിബിലിറ്റി ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാനായിട്ടുണ്ട്. ആ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. മേ ബി നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാകണം, നന്ദി പറഞ്ഞിട്ടുള്ള അഫർമേഷൻസ് ചെയ്യുന്നുണ്ടാകണം. ഓക്കെ, അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ കാണുന്നു. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ലവ് ലൈഫിലേക്ക് നിങ്ങൾ ഈ ഒരു 555 ഏഞ്ചൽ നമ്പർ കാണുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രണയം എങ്ങനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചക്രാസ് മസ്റ്റായിട്ട് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾ മെഡിറ്റേഷൻ, ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷൻ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ഓൾസോ റേക്കി ഹീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾ സൂര്യൻ്റെ വെളിച്ചം മാക്സിമം കൊള്ളാനായിട്ട് ശ്രമിക്കുക. അത് നട്ടുച്ചക്കുള്ള വെയിലല്ല, അങ്ങനെയൊന്നും പോയി കൊണ്ടേക്കരുത്. ഐ മീൻ രാവിലത്തെ വെയിൽ, അതുപോലെ വൈകുന്നേരത്തെ വെയിൽ, ലൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഇല്ലേ, അത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. രാവിലെ പറ്റുമെങ്കിൽ സൂര്യ നമസ്കാർ ഒക്കെ ചെയ്തിട്ട് ഐ മീൻ സൺലൈറ്റ് ഒക്കെ കൊള്ളുന്നത് നല്ലതായിരിക്കും, വളരെ നല്ലതായിട്ട് കാണിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് ഫിസിക്കലി, മെൻ്റലി ആൻഡ് ഇമോഷണൽ പരമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബാലൻസ് കൊണ്ടുവരണമെന്നാണ് നമുക്ക് ഫസ്റ്റ് കാർഡ് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ കുടുംബക്ഷേത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് വെച്ചാരാധനാ മൂർത്തികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരായിട്ട് നിങ്ങൾ ആരാധിക്കുന്ന ദൈവം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എണ്ണ ഒഴിച്ച് തിരി കത്തിച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കാം. അതെല്ലാ ദിവസവും പോകാൻ പറ്റിയില്ലെങ്കിലും ചൊവ്വ, വെള്ളി, ശനി ദിവസങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി ഒരു തിരി കത്തിച്ചാൽ മതി. കുറേയൊന്നും കത്തിക്കാൻ നിൽക്കണ്ട, ഒരു തിരി, ജസ്റ്റ് ഒരു തിരിയെങ്കിൽ ഒരു ദീപം, കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു തിരിയിട്ടൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ഒരു മാസീവ് എമൗണ്ട് ഓഫ് എനർജിയാണ്. അതായത് ഈ വ്യക്തിയിൽ നിന്നും, അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സണായിട്ട് പ്രണയബന്ധത്തിൽ വന്നതിന് ശേഷം ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകണം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാസീവ് എമൗണ്ട് ഓഫ് എനർജിയാണ് നിങ്ങൾക്ക് ഈ പേഴ്സണിൽ നിന്നും ലഭിക്കുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾ അത്രത്തോളം നെഗറ്റീവായിട്ട് ഇരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി. ആൻഡ് ഓൾസോ നമ്മൾക്കിവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ മേ ബി അത് പൂർവികരുടെ തന്നെ വേണമെങ്കിൽ പുനർജന്മമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു പോകുന്ന ഒരാൾക്കാരായിരിക്കാം.
സോ അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഈ വ്യക്തിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് നിങ്ങളുടെ ഒട്ടുമിക്ക, അതായത് ഒരുമാതിരിപ്പെട്ട എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഹീല് ചെയ്യാനായിട്ട് സാധിച്ചു. അതായത് പരിഹരിക്കാൻ സാധിച്ചു. നിങ്ങളുടെ ആ ഒരു ചക്രാസിലും നിങ്ങളുടെ ആ ഒരു ശരീരത്തിലും മനസ്സിലും ചിന്തകളിലും ഉണ്ടായിരുന്ന എന്താ പറയുക, ശാപ ദുഃഖ ദുരിതങ്ങൾ ഒട്ടനവധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് വളരെ സ്ട്രഗിളിംഗ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾ മരിച്ചാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകണം. പക്ഷെ അതൊരു പാസ്റ്റ് ലൈഫ് കർമ്മ ബേസ് ചെയ്ത് വന്നിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ നിങ്ങൾ അതൊക്കെ കഴിഞ്ഞ് കാർമിക്കിന്റെ ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടന്ന് നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേഴ്സണെ കണ്ടുമുട്ടി. അതോടുകൂടി തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റാർട്ട് ചെയ്തു. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഹീലിംഗ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പോഴും ഹീല് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം പോലും ഈ പേഴ്സൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും എന്തെന്നില്ലാത്ത ഉത്സാഹം, ഉന്മേഷം, ഊർജം നിങ്ങൾക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നുണ്ട്. പലതവണയും നിങ്ങൾക്കത് അനുഭവപ്പെട്ടിട്ടുണ്ടാകണം. അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം ഇത് തന്നെയാണ്. അതായത് ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഈ ഒരു പൂർവികരുടെ അനുഗ്രഹം, ഈ ഒരു കർമ്മയിൽ നിന്നും പുറത്തോട്ട് വന്നതിൻ്റെ കാരണം എല്ലാം അത് ഈ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത് മാസീവ് എമൗണ്ട് ഓഫ് എനർജിയാണ്. അത് ഈ പേഴ്സൺ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗുഡ് മോർണിംഗ് അയച്ചാൽ മതി, അന്നത്തെ ദിവസം നിങ്ങൾക്ക് സ്വർഗമായിരിക്കും. അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് അയച്ചാൽ മതി, നിങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഈ പേഴ്സണായിട്ട് പണ്ട് സംസാരിച്ചിരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ചാറ്റ് എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഫോട്ടോ നോക്കിയാൽ മതി, നിങ്ങൾക്ക് വളരെയധികം റിലീഫാണ്. അപ്പോൾ അത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷെ എവിടേക്കോ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകുന്നുണ്ട്, ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ബാലൻസിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പം ഇമോഷണൽ, ഫിസിക്കൽ ആൻഡ് മെന്റൽ രീതിയിലുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് ബാലൻസിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനകൾ മുറുകെ പിടിച്ചേ പറ്റൂ. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം, പ്രാർത്ഥനകൾ മുറുകെ പിടിക്കണം. അത് തീർച്ചയാണ്, അത് വേണം നിങ്ങൾക്ക്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയും ഒരുപാട് പ്രണയം നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾ കാര്യമായ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ എവിടേക്കോ സെൽഫ് ഡൗട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രണയിക്കണമെങ്കിൽ, നിങ്ങളുടെ പ്രണയ ജീവിതം കൊണ്ടുവരണമെങ്കിൽ, നിങ്ങൾ 555 കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ 2 നേരം കുളിക്കുകയൊക്കെ ചെയ്യും അല്ലേ, നമ്മുടെ ശരീരം ക്ലീൻ ആക്കും അല്ലേ, നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകളൊക്കെ നമ്മൾ കളയും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോഡി വാഷ്, സോപ്പ്, ലോഷൻ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യണത്, നമ്മൾ അതിന് വേണ്ടി പൈസയും മുടക്കും അല്ലേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ മനസ്സും ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ശുദ്ധമായിട്ടുള്ള ശരീരത്തിൽ അഴുക്ക് നിറഞ്ഞ മനസ്സ് വരിക എന്ന് പറഞ്ഞാൽ അതത്ര നല്ലതല്ല അല്ലേ. നമ്മളപ്പോൾ അട്രാക്ട് ചെയ്യുന്നത് മൊത്തം അഴുക്കിനെ ആയിരിക്കും, മോശപ്പെട്ട കാര്യങ്ങളെ ആയിരിക്കും. സോ നിങ്ങൾ മോശപ്പെട്ടവരാണെന്നല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ ചില സമയത്ത് നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുന്നുണ്ട്, സംശയിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ നല്ലതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി നല്ലതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ ആണോ ഈ വ്യക്തി, അല്ലെങ്കിൽ ഈ പേഴ്സണെ വിശ്വസിക്കാമോ, അല്ലെങ്കിൽ ഈ പ്രണയബന്ധം നല്ലതാണോ, നിങ്ങൾക്ക് ചീത്ത കൊണ്ടുവരുമോ. അങ്ങനെ അനാവശ്യമായിട്ടുള്ള സെൽഫ് ഡൗട്ടുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ പോലും നിങ്ങൾക്ക് 100% കൊടുക്കാൻ പറ്റുന്നില്ല, വിശ്വാസം കൊടുക്കാൻ പറ്റുന്നില്ല, കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു ചായയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും അതിൽ പോലും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ല. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അത് സെൽഫ് ഡൗട്ട് ചെയ്യുന്നത് കൊണ്ട് ആണ്. അതായത് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഇല്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഉറപ്പില്ല. ഓക്കെ, ഇപ്പൊ വേറൊരു വ്യക്തി നിങ്ങളെ വന്ന് പിണങ്ങുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം,
എതിരെ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം തെറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത്. പക്ഷെ നിങ്ങൾ അത് ഏറ്റെടുക്കും. ഓക്കെ, ഞാനാണ് തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഞാനാണ് ഇവിടെ തെറ്റായിട്ട് പ്രവർത്തിച്ചത്. ഓക്കെ, സോറി, എൻ്റെ ഭാഗത്താണ് തെറ്റ്, ഞാനാണ് വിക്ടിം, സോറി. നിങ്ങൾ അവിടെ സോറി പറയും. അപ്പൊ അങ്ങനെ ആകേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് തെറ്റുകൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കണം. പക്ഷെ ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ വെറുതെ പഴി ചാരേണ്ട ആവശ്യം, പഴി കേൾക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് എനർജീസിനെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ സ്പിരിച്വൽ ജേണിയെ നല്ല രീതിയിൽ ബാധിക്കുന്നതായിട്ടും പ്രണയബന്ധത്തിൽ ബ്ലോക്കേജസ് സൃഷ്ടിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സൗന്ദര്യം കൊള്ളില്ല, നിങ്ങളെ കാണാൻ ഭംഗിയില്ല, നിങ്ങൾക്ക് മുടിയില്ല, നിങ്ങൾക്ക് പൊക്കൂല, നിങ്ങൾക്ക് നിറവില്ല, അത്തരത്തിലുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റുക. ബിക്കോസ് അതുകൊണ്ട് ഒന്നും നേടാൻ പോണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യാം, നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാം, നിങ്ങൾക്ക് ജിമ്മിൽ പോകാം, യോഗ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന, നിങ്ങൾക്ക് പ്രപഞ്ചശക്തി തന്നിരിക്കുന്ന ഒരു ഡിവൈൻ ബ്യൂട്ടി ഉണ്ടല്ലോ, ഒരു ദൈവികമായിട്ടുള്ള ഒരു ഭംഗിയുണ്ടല്ലോ, അത് നിങ്ങൾ കളഞ്ഞെടുക്കരുത്. ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് അത് നിങ്ങൾ കളഞ്ഞെടുക്കരുത്. ബിക്കോസ് അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോ. പക്ഷെ ഉള്ളത് നിങ്ങൾ പറഞ്ഞ് അത് നശിപ്പിച്ചെടുക്കരുത് എന്നുള്ള ഒരു മെസ്സേജും കൂടെ 555 കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പേഴ്സണായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യാം. ഉറപ്പായിട്ടും നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുക. നിങ്ങളുടെ സ്പിരിച്വൽ പാതയിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക, നിങ്ങൾ മുന്നോട്ട് പോവുക. ചിലപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ചില സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ചിലപ്പോൾ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടാകാം എന്ന് വെച്ചാൽ ദേഷ്യം പിടിപ്പിക്കുക, അല്ലെങ്കിൽ വെറുതെ അസ്വാരസ്യപ്പെടുത്തിപ്പിക്കുക, അതായത് മനസ്സിന് അസ്വസ്ഥത തന്നിട്ട് പോവുക. അപ്പൊ അത്തരത്തിലുള്ള ട്രിഗറിങ് ബ്രേക്കേജസ് നിങ്ങൾക്ക് ഉണ്ടാകും. ചിലപ്പോൾ ഈ പേഴ്സൺ അത് പ്രവർത്തിക്കും. സോ അത് നിങ്ങൾ നിൽക്കരുത്, അതിന് നിങ്ങൾ ബലിയാടാകാൻ നിൽക്കരുത്. നിങ്ങൾ റിയാക്ട് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ പാതയെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോവുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ ജീവിതത്തിൽ പണ്ടത്തെ കാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ആരെങ്കിലും നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ കെണിയിൽ പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾ റിലീസ് ചെയ്യുക. പഴയ കാര്യങ്ങൾ തന്നെ ചിന്തിച്ച് ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആകും. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലൊക്കെ സംഭവിക്കാൻ തുടങ്ങും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? പഴയ കാര്യങ്ങൾ റിലീസ് ചെയ്യുക, മനസ്സ് ക്ലിയർ ആക്കി വെക്കുക. ഹീലിംഗ് ദ ഹാർട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഹൃദയം ശുദ്ധീകരിച്ച് വെക്കുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ ലവ് ജേണി, അതായത് എന്താണ്, നിങ്ങളാണ് തെറ്റുകാരി അല്ലെങ്കിൽ നിങ്ങളാണ് തെറ്റുകാരൻ എന്നുള്ള ചിന്ത നിങ്ങൾ മാറ്റിവെക്കുക. ബിക്കോസ് അങ്ങനെ ചെയ്യുമ്പോൾ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ, ഓക്കെ ഞാനാണ് തെറ്റുകാരൻ, ഓക്കെ ഇപ്പൊ ബ്രേക്കപ്പ് ആകാനുള്ള പൂർണ്ണ ഉത്തരവാദി ഞാനാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കുറ്റം അംഗീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ തലയിലോട്ട് കയറ്റി വെക്കുമ്പോൾ, അവിടെ എന്താണ് സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ കുറ്റം പറയാൻ തുടങ്ങും. ബിക്കോസ് നിങ്ങളുടെ വ്യക്തിക്കും അതൊരു ലൈസൻസ് ആണ്. അതായത് ആ വ്യക്തിക്ക് അറിയാം നിങ്ങളെല്ലാം ഏറ്റെടുത്തോളും, നിങ്ങളെല്ലാം സമ്മതിച്ചോളും, എല്ലാം നിങ്ങൾ ഏറ്റെടുത്തോളും, അക്സെപ്റ്റ് ചെയ്തോളും എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണെ നല്ലോണം അറിയാം. സോ അത് ആ വ്യക്തി മുതലെടുക്കാനും നിങ്ങളെ കൂടുതൽ തെറ്റുകാരനോ തെറ്റുകാരിയിലോട്ടേക്ക് മാറ്റാനുമുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നുണ്ട്. സോ സ്റ്റോപ്പ് വിക്ടിമൈസേഷൻ. ഞാനാണ് തെറ്റ് എന്നുള്ളത് മാറ്റിവെക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ പ്രണയ ജീവിതം ഇംപ്രൂവ്മെന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ഓൾസോ നിങ്ങൾ ഈ പേഴ്സണായിട്ട് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ അനുഗ്രഹങ്ങളെ അട്രാക്ട് ചെയ്യണം. ഓക്കെ, ഭാഗ്യത്തെ അട്രാക്ട് ചെയ്യുന്ന പ്രാർത്ഥനകളോ അഫർമേഷൻസോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ബിക്കോസ് നിങ്ങൾ പണ്ടത്തെ കാര്യത്തിൽ തന്നെ നിങ്ങൾ പിടിച്ചിരിക്കുകയാണ്. പണ്ട് കിട്ടിയ പണികൾ ഓർത്തിട്ട് പിടിച്ചു നിൽക്കുകയാണ്. പണ്ട് നിങ്ങൾക്ക് കിട്ടിയ ചീറ്റിംഗ് എനർജി ഓർത്ത് നിങ്ങൾ നടക്കുകയാണ്. സോ അങ്ങനെ വരുമ്പോൾ ഈ പേഴ്സൺ ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് താമസിക്കും. സോ അതും ഒരു വാർണിംഗ് ആണ്.
ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് ടെലിപ്പതിക്കൽ കണക്ഷൻ, അതായത് ഈ 555 നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത നിങ്ങളുടെ ഒരു രഹസ്യമായിട്ടുള്ള ഒരു കഴിവെന്ന് പറയുന്നത് ടെലിപ്പതിക്കൽ കണക്ഷൻ ആണ്. അതായത് നിങ്ങൾക്ക് ഈ പേഴ്സണെ കൊണ്ടിട്ട് പറയാതെ തന്നെ മെസ്സേജ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അത് ചിലപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഈ പേഴ്സണെ കുറിച്ചിട്ട് ഓർത്തിരിക്കുകയോ, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഫോട്ടോ നോക്കിയിരിക്കുകയോ, അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് കണ്ടുമുട്ടി തുടങ്ങിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഇനി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നു. കാരണം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന, അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഊർജമാണ്, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് ആണ് ഈ ഒരു ടെലിപ്പതിക്കൽ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സണോട് ആവശ്യപ്പെടാതെ തന്നെ ഈ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് 100% സാധിക്കും. ബിക്കോസ് ആ ഒരു പവർ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ ഒരു സീക്രറ്റ് പവറാണ്. അതും 555 കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ നിരന്തരമായിട്ട് 555 കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴൊക്കെയാണ് ഇത് കാണുന്നതെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പവർ ഉണ്ട് എന്നാണ് ഡിവൈൻ എനർജി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ എപ്പോഴും ഈ പേഴ്സണായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരണമെന്നാണ് ആഗ്രഹമെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ഒരു താഴ്മ വേണം. ഒരു താഴ്മ നിങ്ങൾ എപ്പോഴും നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാനും പൊറുക്കാനും നിങ്ങൾ തയ്യാറാകണം. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കാൻ വരുമ്പോൾ പഴയ കാര്യങ്ങൾ എടുത്തിടരുത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇവിടെ കമ്മ്യൂണിക്കേഷന് ബ്ലോക്ക് വരും. സോ അതുകൊണ്ട് നിങ്ങളൊരു സമാധാനപരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക. ഓക്കെ. എന്നാൽ മാത്രം നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഫേസസ് ഫ്രേ ആൻഡ് സൈക്കിൾ ആണ്. അതായത് ഈ കണക്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. ആൻഡ് ഓൾസോ ഒരു ഹീലിംഗ് കണക്ഷൻ ആയിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ വി ക്യാൻ സീ ദ ലേഡി, ദ ഫേസ് ഓഫ് ദിസ് ലേഡി. ഇത് ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു ലേഡി ആണെങ്കിൽ പോലും നമുക്കിവിടെ ഒരു സങ്കടം കാണാൻ പറ്റുന്നുണ്ട്, വിഷമം. അപ്പോൾ നിങ്ങളുടെ പല പ്രശ്നങ്ങളിലും നിങ്ങൾ വിചാരിച്ചത് നിങ്ങളുടെ ജീവിതം തീർന്നു എന്നാണ്. പക്ഷെ നോ, ഈ പേഴ്സൺ ആണ് അത് കണ്ടിന്യൂഷൻ ആക്കി തന്നത്. സോ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ്. ആൻഡ് ഓൾസോ അതൊരു ഇൻകംപ്ലീഷൻ പാസ്റ്റ് ലൈഫാണ്. ഇൻകംപ്ലീഷൻ പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ മുജ്ജന്മത്തിൽ തീരാണ്ട് പോയ എന്തൊക്കെയോ ഒരു ലവ് സ്റ്റോറി, അതിൻ്റെ ഒരു തുടർക്കഥയായിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. ഇൻകംപ്ലീഷൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിധി തന്നെയാണ്, ഒരു ട്രഷറാണ്, ഒരു ഗിഫ്റ്റാണ്. ഓക്കെ. യാ. ആൻഡ് ഓൾസോ നമുക്ക് എന്താ പറയുക, ഈ ഒരു കണക്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് എനർജീസ് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിവൈൻ ആയിട്ടുള്ള പാത്ത് നിങ്ങൾക്ക് കിട്ടും, ഡിവൈൻ ഗൈഡൻസ്. അതായത് നേരിട്ട് ദൈവം തന്നെ വന്ന് നിങ്ങൾക്ക് വഴി കാണിച്ചു തരും, അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച ശക്തി. അതായത് നിങ്ങളെ ചിലപ്പോൾ വേറെ ആരെങ്കിലും പറ്റിക്കാനായിട്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ട്രാപ്പിലാക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ അത് എങ്ങനെയെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടും, നിങ്ങളെ രക്ഷപ്പെടുത്തും. അതാണ് ഈ പേഴ്സൺ വന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്ഭുതം എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ നമുക്ക് പെർഫെക്റ്റ് ടൈമിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പ് അബദ്ധമായി പോയോ, മണ്ടത്തരമായി പോയോ എന്നുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോ, അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇതൊരു പെർഫെക്റ്റ് ടൈമിംഗ് തന്നെയാണ്, പെർഫെക്റ്റ് എനർജിയാണ്. ഈ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം പോസിറ്റീവ് ഊർജങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊരിക്കലും നിങ്ങൾക്ക് ചീത്തയായി മാറില്ല, മോശക്കേടായി മാറില്ല. സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ ഒരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ തുടക്കത്തിലെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.